ഹലോ ഗൈസ്, ഞാൻ ഇന്നൊരു ചുരിദാറിൻ്റെ ട്രാൻസ്ഫോർമേഷൻ വീഡിയോ ആണ് ചെയ്യുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ ഞാനൊരു ചുരിദാറിൻ്റെ തുണിയാണ് എടുത്തേക്കുന്നത്. ഇതെൻ്റെ വീട്ടിൽ അമ്മയുടെ ഉപയോഗിക്കാതിരുന്ന ഒരു ചുരിദാറായിരുന്നു. വൈറ്റ് കളറായതുകൊണ്ട് അമ്മയ്ക്കത് ഇടാനായിട്ട് താല്പര്യമില്ലായിരുന്നു. അപ്പം ഞാൻ അതിനെ എടുത്തിട്ട് ആദ്യം തന്നെ ചെയ്തത് നമ്മുടെ ആ കഴുത്തിൻ്റെ പിന്നെ കൈയുടെയും പോർഷൻ അങ്ങ് കട്ട് ചെയ്ത് മാറ്റി. അതിന് ശേഷം നമുക്ക് ഇത് നല്ലൊരു നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന പോലത്തെ തന്നെ തുണി പോലെ തന്നെ ആയില്ലേ. പിന്നെ നമുക്ക് കുറച്ച് സ്ലിറ്റിൻ്റെ ഭാഗം വേണമെങ്കിൽ നമുക്കിതുപോലെ കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം നമുക്ക് ഒരു നല്ല ഒരു 1.5 മീറ്റർ അല്ലെങ്കിൽ 1 മീറ്റർ നമ്മൾ തുണി തന്നെയായി. ഇത് ചുരിദാറിൻ്റെ തുണിയാണെന്ന് ആരും പറയത്തതേ ഇല്ല. പിള്ളേർക്കൊക്കെ വൈറ്റ് ഉടുപ്പൊക്കെ ആകുമ്പോൾ അവർക്കൊരു ഇഷ്ടമായിരിക്കും, അവരിട്ട് കാണാനും നല്ല ഭംഗിയായിരിക്കും. അപ്പം ഞാൻ ഈ തുണി വെച്ചിട്ട് ഞാൻ എങ്ങനെയാണ് ഒരു ഫ്രോക്ക് പിള്ളേർക്ക് വേണ്ടി തയ്ച്ചതെന്ന് നോക്കാം. ഇതിന് വേണ്ടി ഞാനൊരു ഫ്രീ സൈസായിട്ടാണ് ഞാൻ മുറിക്കുന്നത്. നിങ്ങൾക്ക് ടേപ്പും ഒക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മുറിക്കാം. ഇതിന് വേണ്ടി ഞാൻ യോക്കിൻ്റെ പോർഷന് വേണ്ടി കുറച്ച് തുണി കട്ട് ചെയ്തെടുത്തു. അതിന് ശേഷം ഞാൻ കഴുത്തും കൈയും ഞാനിതുപോലെ വെട്ടിയെടുക്കുകയാണ്. നിങ്ങൾക്ക് കഴുത്തിൻ്റെ ഇറക്കം ഒരു 2-3 ഇഞ്ച് കൊടുക്കാം. കൈയുടെ കൈക്കുഴിയും ഇതുപോലെ തന്നെ 2.5 അല്ലെ 2 ഇഞ്ച് ഇറക്കി നമുക്ക് കൈക്കുഴിയും വെട്ടിക്കൊടുക്കാം. എനിക്കിത് ടേപ്പൊന്നും എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാനിതുപോലെ ഫ്രീ സൈസായിട്ട് ഞാനിതുപോലെ വെട്ടിയെടുത്തത്. ഇത് യോക്കിൻ്റെ പോർഷനായി. അതിനുശേഷം നമുക്ക് താഴോട്ടുള്ള ഫ്ലെയറിൻ്റെ പോർഷൻ ഇങ്ങനെ നമുക്കിതുപോലെ കറക്റ്റ് അതേ വണ്ണത്തിൽ തന്നെ നമുക്ക് എടുത്തിട്ട് ഇതൊരു ലൈൻ ഫ്രോക്ക് പോലെയാണ് തയ്ക്കുന്നത്. അപ്പോൾ അതങ്ങ് സിമ്പിളായി പോയി എന്ന് തോന്നിയപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അടിയിലൊരു ഫ്രില്ല് പോലെയും കൂടെ കൊടുക്കാമെന്ന് വിചാരിച്ചു. ആ ചുരിദാറിൻ്റെ അടിയിൽ നിന്ന് ഞാൻ ഒരു 2 ഇഞ്ച് അല്ലെ 1.5 ഇഞ്ച് അകലത്തിൽ 2 സ്ട്രിപ്പ് ഇതുപോലെ മുറിച്ചെടുക്കുകയാണ്. അതാകുമ്പോൾ നമുക്ക് നല്ല വീതിയിൽ നമുക്ക് തുണി നമുക്ക് യോജിപ്പിച്ച് കഴിയുമ്പോൾ കിട്ടും. അത് നമുക്ക് ഫ്രില്ലായിട്ട് നമുക്ക് അടിയിൽ കൊടുക്കുകയും ചെയ്യാം. ഇതുപോലെ ഉപയോഗിക്കാതെ ഇരിക്കുന്ന ചുരിദാറിൻ്റെ പീസോ നൈറ്റിയുടെ പീസോ വെച്ചിട്ട് നമുക്കിതുപോലെ കുഞ്ഞു പിള്ളേർക്ക് നമുക്കിതുപോലെ തയ്ച്ചു കൊടുക്കാം. അത്യാവശ്യം തുണി ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ വേണമെങ്കിലും തയ്ച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ മോൾക്ക് വേണ്ടിയാണ് ഞാൻ തയ്ച്ചത്. ഇതുപോലെ നമുക്ക് അടിയിലിനി ഫ്രില്ലിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും. ഇത് ഞാൻ തയ്ച്ചതിന് ശേഷമുള്ള ഫൈനൽ ലുക്ക് ഞാൻ ആഡ് ചെയ്തേക്കാം. നമുക്ക് കുഞ്ഞുടുപ്പിൽ കൈയും കൂടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വെട്ടി മാറ്റിയേക്കുന്ന തുണിയിൽ നിന്ന് നമുക്ക് ആവശ്യത്തിനുള്ള നീളവും വെച്ചിട്ട് നമുക്ക് കൈയുടെ ഇതും പീസും മുറിച്ചെടുക്കാം. ഞാനതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്, അതും ആഡ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാവർക്കും യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.